കേരളത്തിലെ ദളിത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ജാതി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വളരെ പ്ലാൻഡ് ആയിട്ടും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം. ഇപ്പം ഈ ഗ്രാൻഡ് വിഷയം 4-5 വർഷമായിട്ട് ഈ ഗ്രാൻഡ് മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ മുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 2021 വരെയുള്ള 2017-21 വരെയുള്ള കാലഘട്ടത്തിലെ ഈ ഗ്രാൻഡ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് SC/ST മൈനോറിറ്റി വിദ്യാർത്ഥികളുടെ ഈ ഗ്രാൻഡിനെ കുറിച്ചുള്ളൊരു സ്റ്റഡി നടന്നിട്ടുണ്ട്. അത് കൺട്രോളർ ഓഫ് ഓഡിറ്റർ ജനറൽ ആണ് അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയത്. അത് ഗവൺമെന്റിന് കൈമാറി. അതിനകത്ത് ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ വിദ്യാർത്ഥികൾ അപ്പോൾ സമ്പൂർണ്ണ, അപ്പോൾ 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെ വിദ്യാർത്ഥികളുടെ എല്ലാ ഡാറ്റയും ശേഖരിക്കുന്ന ഒരു സാധനമാണ് സമ്പൂർണ്ണ. ആ സമ്പൂർണ്ണയിൽ പിന്നെ 300 ചില്ലാണം സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ സാധനങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഏതാണ്ട് 7000-ഓളം വിദ്യാർത്ഥികൾക്ക് പിന്നെ ഈ ഗ്രാൻഡ് ലഭിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഈ സമ്പൂർണ്ണയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ ഡാറ്റ ഈ ഗ്രാൻഡ് പോർട്ടലിലേക്ക് മാറ്റാൻ വേണ്ടി ഈ പറയുന്ന സ്ഥാപനങ്ങൾ തയ്യാറായില്ല. അപ്പോഴാണ് ഏതാണ്ട് 7000-ഓളം വിദ്യാർത്ഥികളുടെ ഈ ഗ്രാൻഡ് പരിപൂർണമായിട്ടും നിലച്ചു എന്നുള്ളതാണ് ഒരു വിഷയം. അപ്പം അതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ ദളിത് ആദിവാസി വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ ഗ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അല്ലെ ഫെലോഷിപ്പുകൾ, ഗ്രാൻഡുകളൊക്കെ തടയപ്പെടുന്നത് അല്ലെങ്കിൽ വൈകുന്നതിന്റെ കാരണം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ്. അതുപോലെ പട്ടികജാതിയും പട്ടികവർഗ 2 ഡയറക്ടറേറ്റുകളുമാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്.